പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധി. പെല്ലറ്റ് തോക്കാക്രമണത്തിനിരയായ വിദ്യാർത്ഥിയെയും കൊണ്ട് പരാതി നൽകാൻ എത്തിയതെന്നാണ് സൂചന. നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, ആ സമരവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എടുത്ത സമീപനം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പെല്ലറ്റ് തോക്ക് ആക്രമണം, അതിൽ വിശദീകരണം നൽകണം, അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രം ഏറ്റെടുക്കണം എന്നുള്ള കാര്യത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം നടത്തിയാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ പരാതി നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് പിന്തുണയുമായി എത്തിയതാണോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ നടന്ന പ്രതിഷേധങ്ങളിൽ വലിയ തരത്തിൽ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുകയും പല ആൾക്ക് ഇതിൽ പരിക്കേൽക്കുകയും വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം അടക്കം നടത്തിയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും അത്തരത്തിൽ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ കാണുന്ന പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥിയും ഇപ്പോൾ ഈ സ്റ്റേഷന് അകത്താണുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ രാഹുൽ ഗാന്ധി പരാതി നൽകാൻ വേണ്ടി വിദ്യാർത്ഥിയുമായി എത്തിയതാണ് എന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. മറ്റ് വിശദാംശങ്ങൾ കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത ആളുകളോ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അപൂർവമായി മാത്രമാണ് രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പതിവ് എന്താണെങ്കിലും ഉള്ളൂ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനാണ്. ജന്തർ മന്ദിറിന് ഏറെക്കുറെ 100 മീറ്റർ മാത്രമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ദൂരമുള്ളത്. ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ജന്തർ മന്ദിർ അടക്കം വരികയും അവിടെ നടന്ന പ്രതിഷേധങ്ങൾ അടക്കമുള്ള കാര്യം കൈകാര്യം ചെയ്തും ഇതേ പോലീസ് സ്റ്റേഷൻ. അതായത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, ദില്ലി പോലീസ്. അതാണ് ഈ ഓഫീസിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും രാഹുൽ ഗാന്ധിയുടെ വാഹനവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാണെങ്കിലും വലിയ തരത്തിൽ നേരത്തെ പെല്ലറ്റ് ആക്രമണം ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ഒപ്പം നിർത്തി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ വ്യക്തമാക്കിയത് വലിയ തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ മുറികളടക്കം അന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ എടുത്തു കാണിച്ചതാണ് വിദ്യാർത്ഥിയെ നിർത്തിക്കൊണ്ടുതന്നെ. ആ വിദ്യാർത്ഥിയുമായാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികം പരാതി നൽകാൻ വേണ്ടി തന്നെ എത്തിയതാണ് എന്നൊരു പ്രാഥമിക വിവരമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് വൃത്തങ്ങളോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ഇപ്പോൾ നൽകുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അകത്തുണ്ട്, ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ നേരത്തെ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ വലിയ തരത്തിൽ ക്രൂരമായി വർദ്ധിച്ചു നടക്കുമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യം നേരത്തെ കോൺഗ്രസ് ശക്തമായി തന്നെ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ഉന്നയിച്ചതാണ്. കഴിഞ്ഞ പാർലമെന്റ് വർഷകാല സമ്മേളനം ഉടനീളം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം പാർലമെന്റിനകത്ത് കോൺഗ്രസ് നടത്തിയതാണ്. എന്താണെങ്കിലും ആ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായ നിലയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ വിദ്യാർത്ഥിയുമായി രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥിയുടെ പേര് വിശദാംശങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചില്ല. ഒരു അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് യാഥാർത്ഥ്യം. ആരെയും പ്രത്യേകിച്ച് മാധ്യമങ്ങളോടൊന്നും പറയാതെയാണ് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഗാന്ധി നടന്ന് എത്തി അകത്തേക്ക് കയറിപ്പോയത്. നിലവിൽ അകത്ത് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥിയും ഉണ്ട്. എന്തിനാണ് വന്നതെന്നുള്ള കാര്യം ചില മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അതിനും പ്രതികരണം നൽകാതെയാണ് അകത്തേക്ക് പോയത്. എന്താണെങ്കിലും ഈ പെല്ലറ്റ് ആക്രമണം ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ, പ്രത്യേകിച്ച് പെല്ലറ്റ് ആക്രമണം ആരാണ് ഉത്തരവിട്ടത്, ആര് പറഞ്ഞിട്ടാണ് ചെയ്തത് അടക്കമുള്ള ചോദ്യങ്ങൾ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയോട് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്ന് വേണം നമുക്ക് വ്യക്തമാക്കാൻ ഇപ്പോൾ ഈ പരാതി നൽകുന്നത്. പരാതി നൽകുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് പെല്ലറ്റ് ഗണ്ണിന്റെ ഉപയോഗം അടക്കം ഉണ്ടായത്, ഇതുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനമാണ് അല്ലെങ്കിൽ ആരാണ് അനുമതി നൽകിയത് അടക്കമുള്ള ചോദ്യങ്ങളിൽ സ്മൃതി, തീർച്ചയായും രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ വിദ്യാർത്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റ് കോൺഗ്രസിന്റെ നിയമവിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റു അഭിഭാഷകരോ ഒന്നും ഒപ്പം ഉണ്ടായില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് നേരത്തെ തന്നെ അടിയുറച്ച് നിൽക്കും എന്ന ഇക്കാര്യത്തിൽ പറഞ്ഞതാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകാൻ രാഹുൽ ഗാന്ധി ഒരുങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് പോലീസ് സ്റ്റേഷനിൽ പല സമരങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയെ ചില പോലീസ് ക്യാമ്പുകളിലേക്ക് കസ്റ്റഡി എടുത്ത് മാറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണെങ്കിലും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നേരിട്ടെത്തിക്കൊണ്ട് വിദ്യാർത്ഥിയുമായി, അതായത് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി എത്തിക്കൊണ്ട് പരാതി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മൾ പ്രധാനമായും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷന് അകത്താണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അവിടെ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ന്യൂഡൽഹി ഡിസ്ട്രിക്ട്, അദ്ദേഹം ഇപ്പോൾ എന്താണെങ്കിലും അവരുമായി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ പരാതി നൽകിയ ശേഷം ആൾക്കാർ തിരിച്ചിറങ്ങുമ്പോൾ പ്രതികരണം നമ്മൾ തേടും, അതിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് CJP പ്രതിഷേധത്തിന് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണെങ്കിലും ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടെത്തിക്കൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ട്. ഈ പോലീസ് സ്റ്റേഷനകത്ത് രാഹുൽ ഗാന്ധി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. ഒരുപക്ഷെ ഇതിൽ FIR ഇടുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. FIR ഇടുകയാണെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം റാപ്പിഡ്
ആക്ഷൻ ഫോഴ്സ് ആണ് ഈ വിഷയത്തിൽ നേരത്തെ ഈ പെല്ലറ്റ് ആക്രമണം നടത്തിയത്. CRPF-ന് കീഴിലുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് നേരത്തെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. CRPF-ന്റെ അടക്കം റിപ്പോർട്ടിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നേരത്തെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ നേരത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ പക്ഷേ വീഴ്ച ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടപടിയെടുക്കാൻ CRPF അടക്കം തയ്യാറാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിൽക്കുമ്പോഴാണ് എന്താണെങ്കിലും രാഹുൽ ഗാന്ധി വിദ്യാർത്ഥിയുമായി നേരിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് ഡെപ്യൂട്ടി കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നത്, പരാതി നൽകുന്നത്. എന്താണെങ്കിലും ഈ പരാതിയിൽ ഇനിയിപ്പോൾ എന്ത് നടപടി ദില്ലി പോലീസ് സ്വീകരിക്കും? പരാതി കൊടുത്ത ശേഷം പുറത്തിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിക്കുമെന്ന് കൂടി നമുക്ക് കാത്തിരിക്കാം. നോബിൾ മാരിക്കാരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.